ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച വാക്കുകൾ ഓർത്ത് പിന്നീട് കുറ്റബോധം തോന്നിയിട്ടില്ലേ? അവിടെ മിണ്ടാതിരുന്നെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വരുമായിരുന്നു എന്നാലോചിച്ചിട്ടില്ലേ? ഇത്തരം സന്ദർഭങ്ങളിൽ ചാണക്യൻ പറയുന്നത് മൗനമെന്നത് ഭീരുത്വത്തിൻ്റെയോ ബലഹീനതയുടെയോ അടയാളമല്ല, മറിച്ച് അത് വിവേകത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും ആഴത്തിലുള്ള ശക്തിയുടെയും പ്രകടനമാണ്. ജീവിതത്തിൽ വിജയവും സമാധാനവും കൈവരിക്കാൻ നമ്മൾ നിർബന്ധമായും മൗനം പാലിക്കേണ്ട 10 തന്ത്രപരമായ സന്ദർഭങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1. കടുത്ത ദേഷ്യം വരുമ്പോൾ. ക്രോധം സർവനാശനം എന്ന ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ക്രോധമെന്നത് വിവേകത്തെയും യുക്തിയെയും താൽക്കാലികമായി ഇല്ലാതാക്കുന്ന ഒരു കൊടുങ്കാറ്റാണ്. ദേഷ്യം വരുമ്പോൾ വാക്കു പറയുന്നത് അഗ്നിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയാണ്. അത് നമ്മെയും ചുറ്റുമുള്ളവരെയും ഒരുപോലെ ദഹിപ്പിക്കും. മനുഷ്യന് ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത് ദേഷ്യം വരുമ്പോഴാണ്. ആ സമയത്ത് പുറത്തുവരുന്ന വാക്കുകൾ പലപ്പോഴും മറ്റുള്ളവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുകയും ബന്ധങ്ങളെ തകർക്കുകയും ശത്രുത വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ കോപത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ പിന്നീട് പശ്ചാത്തപിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുപോകും. ഒരു വാക്കുപോലും തിരികെ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓർക്കുക, കോപം വരുമ്പോൾ മൗനം പാലിക്കുക. ആ നിമിഷം ശ്വാസമെടുത്ത് ശാന്തമാകൂ. മൗനം ഒരു പരിചയമാണ്. അത് നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുകയും ശാന്തമാകാൻ സമയം നൽകുകയും ചെയ്യും. ശാന്തമായ മനസ്സിൽ നിന്നും മാത്രം പ്രതികരിക്കുക. 2. മഹത്തായ ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ. നിങ്ങളുടെ വിജയപദ്ധതികൾ പൂർണ്ണമാകുന്നതുവരെ അവ രഹസ്യമായി സൂക്ഷിക്കുക. ഒരു വിത്ത് മണ്ണിൽ നട്ട് അത് മുളച്ച് പുറത്തു വരുന്നതുവരെ ആരും അറിയരുതെന്നാണ് ചാണക്യൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ വലിയ സ്വപ്നങ്ങളെക്കുറിച്ച് വാചാലനാകുമ്പോൾ നിങ്ങൾ അസൂയക്കാരുടെയും എതിരാളികളെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അവർ നിങ്ങളുടെ പദ്ധതികൾ തകർക്കാനും ഊർജം പാഴാക്കാനും ശ്രമിക്കും. ഈ തന്ത്രപരമായ മൗനം നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ സമ്പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. വിജയം പൂർത്തിയാക്കി ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുമ്പോൾ എതിരാളികൾക്ക് പ്രതികരിക്കാൻ സമയം ലഭിക്കില്ല. 3. വ്യക്തിപരമായ രഹസ്യങ്ങളും മറ്റൊരാളുടെ രഹസ്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ. നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ ബലഹീനതകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, കുടുംബ കലഹങ്ങൾ, മാനസിക വെല്ലുവിളികൾ തുടങ്ങിയവ മറ്റൊരാളോട് വെളിപ്പെടുത്തുന്നത് അതീവ അപകടകരമാണ്. നിങ്ങൾ വെളിപ്പെടുത്തുന്ന ഓരോ രഹസ്യവും ഭാവിയിൽ നിങ്ങളെ നിയന്ത്രിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഉള്ള ഉപാധിയായി ശത്രുക്കൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരാൾ നമ്മളിൽ വിശ്വാസമർപ്പിച്ചൊരു രഹസ്യം പറയുമ്പോൾ അത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. രഹസ്യം ഒരു നിധി പോലെ നമ്മൾ കാത്തുസൂക്ഷിക്കണം. മറ്റൊരാളുടെ രഹസ്യം പരസ്യമാക്കുന്നത് വിശ്വാസത്തെ തകർക്കും. നിങ്ങളുടെ മൗനം ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ ബഹുമാനത്തെയും വിശ്വാസത്തെയും കാണിക്കുന്നു. നിങ്ങൾ മറ്റൊരാളുടെ രഹസ്യം കാത്തുസൂക്ഷിക്കുമ്പോൾ അവർ നിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാൻ തുടങ്ങും. അത് നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് പ്രധാനമാണ്. 4. വിഡ്ഢികളുമായി സമ്മതിക്കുമ്പോൾ. ഒരു വിഡ്ഢിയുമായി സമ്മതിക്കുന്നത് സമയം കളയുന്നതിന് തുല്യമാണ്. അവർക്ക് യുക്തിയോ വിവേകമോ ഉണ്ടായില്ല. അവർ അവരുടെ തെറ്റായ വാദങ്ങളെ മുറുകെ പിടിക്കും. അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഓട്ടപാത്രത്തിൽ വെള്ളമൊഴിക്കുന്നതിന് സമാനമാണ്. നിങ്ങളുടെ ഊർജ്ജം ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. അറിവില്ലാത്തവരുമായി തർക്കിച്ച് നിങ്ങളുടെ നിലവാരം താഴ്ത്താതിരിക്കുക. അവരുടെ അസംബന്ധമായ വാദങ്ങളെ അവഗണിക്കുക. സംസാരിക്കുന്ന ഓരോ വാക്കും നിങ്ങൾ ആ വ്യക്തിയുടെ നിലവാരത്തിലേക്ക് താഴുന്നതിന് തുല്യമാണ്. 5. അമിതമായ സ്വയം പ്രശംസ ലഭിക്കുമ്പോൾ. വിജയം നേടുമ്പോൾ ലഭിക്കുന്ന പ്രശംസ ഒരു വ്യക്തിയെ അഹങ്കാരിയാക്കാൻ സാധ്യതയുണ്ട്. പ്രശംസയുടെ നിമിഷങ്ങൾ ഒരു പരീക്ഷണമാണ്. ഈ സമയത്ത് നിങ്ങൾ മൗനം പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ വിനയമുള്ളവരായി കാണപ്പെടുകയും നിങ്ങളുടെ മനസ്സ് അടുത്ത ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് വീമ്പ് പളക്കുന്നവർ പെട്ടെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം അഹങ്കാരം വിനാശത്തിൻ്റെ ആദ്യപടിയാണ്. വാക്കുകളിലൂടെ അല്ല, കൂടുതൽ മികച്ച പ്രവൃത്തികളിലൂടെ നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തെളിയിക്കുക. 6. അറിവില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. ജ്ഞാനവും വിവരവുമില്ലാത്ത ഒരു വിഷയത്തിൽ സംസാരിച്ച് വിഡ്ഢിയാകുന്നതിനേക്കാൾ നല്ലത് മൗനം പാലിക്കുന്നതാണ്. വിവേകമുള്ളൊരാൾ തനിക്ക് അറിവില്ലാത്ത കാര്യങ്ങളിൽ മൗനം അവലംബിച്ച മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിലെ മൗനം ഒരു പഠനത്തിനുള്ള വലിയ അവസരമാണ്. അജ്ഞതയെ മറച്ചുവെക്കാൻ ശ്രമിക്കാതെ തുറന്ന് സമ്മതിച്ച് പഠിക്കാൻ തയ്യാറാകുന്നതാണ് വിവേകിയുടെ ലക്ഷണം. 7. ശത്രുവിൻ്റെ മുന്നിൽ വെച്ച്. ശത്രുക്കളുമായി ഇടപഴകുമ്പോൾ. നിങ്ങളുടെ ചിന്തകൾ, പദ്ധതികൾ, ഭയങ്ങൾ എന്നിവയെക്കുറിച്ച് ഒരു സൂചന പോലും ലഭിക്കാതെ ശ്രദ്ധിക്കുക. ശത്രുക്കൾ നിങ്ങളുടെ ഓരോ വാക്കിലും പ്രതികരണങ്ങളിലും ഒരു ബലഹീനത കണ്ടെത്താൻ ശ്രമിക്കും. ഈ സാഹചര്യത്തിൽ മൗനമെന്നത് നിങ്ങളുടെ തന്ത്രമാണ്. നിങ്ങൾ മൗനം പാലിക്കുമ്പോൾ ശത്രുവിന് നിങ്ങളെക്കുറിച്ച് യാതൊന്നും ഊഹിക്കാൻ കഴിയില്ല. സംസാരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ മൗനത്തിലൂടെ ഒഴിവാക്കാം. 8. പ്രിയപ്പെട്ടവർ തെറ്റ് ചെയ്യുമ്പോൾ. കുടുംബാംഗങ്ങളോ അടുത്ത സുഹൃത്തുക്കളോ തെറ്റ് ചെയ്യുമ്പോൾ അവരെ പെട്ടെന്ന് കുറ്റപ്പെടുത്താതിരിക്കുക. അവരുടെ തെറ്റിൻ്റെ കാരണം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചില സമയത്ത് നമ്മുടെ മൗനം അവർക്ക് അവരുടെ തെറ്റ് തിരിച്ചറിയാനുള്ള അവസരം നൽകും.
പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം. ഇതുമൂലം അവരുമായിട്ടുള്ള പരസ്പര ബന്ധത്തിൽ വരെ വിള്ളൽ വായിക്കാം. അവർക്ക് തെറ്റ് മനസ്സിലാക്കാനുള്ള സമയം കൊടുത്ത് മറ്റൊരവസരത്തിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. 10. അസൂയയുള്ളവരുമായി ഇടപഴകുമ്പോൾ. നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയവ അസൂയയുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് അവർക്ക് നിങ്ങളെ ഉപദ്രവിക്കാനുള്ള അവസരങ്ങൾ നൽകും. അസൂയയുള്ള വ്യക്തികൾ എപ്പോഴും മറ്റുള്ളവരുടെ വളർച്ചയിൽ തടസ്സമുണ്ടാക്കാനും അവരെ താഴ്ത്തിക്കെട്ടാനും ശ്രമിക്കും. അവരുമായി തർക്കിക്കുന്നതും വാദിക്കുന്നതും നിങ്ങളുടെ മാനസികാവസ്ഥയെ മോശമാക്കും. നിങ്ങളുടെ വിജയം തന്നെയാണ് അസൂയക്കാർക്കുള്ള ഏറ്റവും നല്ല മറുപടി. ഒരു ചിത്രകാരനെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞ അസൂയക്കാരനെ ലോകം ഓർമ്മിച്ചില്ല, എന്നാൽ കൂടുതൽ മികച്ച ചിത്രങ്ങൾ ഉണ്ടാക്കിയ കലാകാരനെ ലോകം അംഗീകരിക്കും. അസൂയയുള്ളവരുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം നശിപ്പിക്കാൻ അനുവദിക്കരുത്. ഒരു പാമ്പിനെ അവഗണിക്കുന്നത് പോലെ അവരെയും അവഗണിക്കുക. 10. ഉപദേശം കേൾക്കുമ്പോൾ. ഒരു ഗുരു, വിശ്വസ്തൻ അല്ലെങ്കിൽ മുതിർന്നയാൾ നിങ്ങൾക്ക് ഉപദേശം നൽകുമ്പോൾ മൗനം പാലിച്ച് പൂർണ്ണമായ ആദരവോടെയും ശ്രദ്ധയോടെയും കേൾക്കുക. ഉപദേശകൻ സംസാരിക്കുന്നതിനിടയിൽ ഇടപെടുന്നത് നിങ്ങൾ അഹങ്കാരിയാണെന്ന് ധാരണ നൽകും. മൗനം പാലിക്കുന്നത് ഉപദേശത്തെ തടസ്സമില്ലാതെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നിങ്ങളുടെ മനസ്സിനെ സഹായിക്കും. കേട്ടുകഴിഞ്ഞ ശേഷം മാത്രം വ്യക്തതയ്ക്കായി സംശയങ്ങൾ ചോദിക്കുക. ചാണക്യന്റെ ഈ തത്വങ്ങൾ മൗനം ഒരു ബുദ്ധിമാനന്റെ ഏറ്റവും വലിയ ആയുധമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. വാക്കുകൾ ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കുക, മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിക്കുക. അതാണ് വിവേകത്തിൻ്റെയും ബുദ്ധിയുടെയും ലക്ഷണം. മൗനം വിവേകിയുടെ ഏറ്റവും വലിയ കവചമാണ്. ഈ 10 സന്ദർഭങ്ങളിൽ നിങ്ങൾ മൗനം പാലിക്കാൻ പഠിച്ചാൽ ജീവിതത്തിലെ 10 പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. ഈ നിമിഷം മുതൽ നിങ്ങൾ മൗനത്തെ ഒരു ശക്തിയായി കാണുക.